ഇന്ത്യക്കാർ കൂടുതൽ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. പ്രവാസികളുമായി ബന്ധപ്പെട്ട് പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭരണകൂടം. സൗദിക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് അവരുടെ താമസരേഖയായ ഇഖാമ പുതുക്കാൻ സാധിക്കും. ഇഖാമ പുതുക്കാൻ സൗദിയിൽ തന്നെ ഉണ്ടാകണം എന്നില്ല. പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ജനറൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസികളുടെ ആശ്രിതരുടെയും വീട്ടുജോലി ചെയ്യുന്നവരെയും ഇഖാമ അവർ സൗദിക്ക് പുറത്താണെങ്കിലും പുതുക്കാൻ സാധിക്കുമെന്നാണ് അറിയിപ്പ്. സൗദിക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് അവരുടെ എക്സിറ്റ് റീ എൻട്രി വിസയുടെ കാലാവധി നീട്ടാനും സാധിക്കും. സൗദിയിൽ ഇല്ലെങ്കിലും ഇഖാമയും വിസയും പുതുക്കാനും കാലാവധി നീട്ടാനും സാധിക്കുന്നത് പ്രവാസികൾക്ക് നേട്ടം തന്നെയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷീർ മുഖീം പോർട്ടൽ വഴിയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. ആവശ്യമായ ഫീസ് അടച്ച ശേഷം പോർട്ടൽ വഴി ഓൺലൈനിൽ ഇഖാമ പുതുക്കാം. അടുത്തിടെ ബന്ധപ്പെട്ട നടപടികളുടെ ഫീസ് സൗദി അറേബ്യ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പ്രവാസി നാട്ടിലാണെങ്കിൽ സ്പോൺസർ മുഖേന ഇഖാമ പുതുക്കാം. പ്രവാസിയുടെ ആശ്രിതരുടെ ഇഖാമ പുതുക്കുന്ന കാര്യത്തിൽ പ്രവാസി സൗദിയിൽ ഉണ്ടാകണം. ഈ നടപടികൾ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇപ്പോഴാണ് ഔദ്യോഗിക അറിയിപ്പ് സൗദി സർക്കാർ ഇറക്കുന്നത്. സൗദിയിലേക്ക് കൂടുതൽ പേർ ജോലി തേടി വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വിസ ചടങ്ങിൽ വരുന്ന മാറ്റങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. വിദേശികളെ കൂടുതലായി ആകർഷിക്കാൻ ശ്രമിക്കുന്ന സൗദി ഇനിയും പ്രവാസി സൗഹൃദ ചട്ടങ്ങൾ കൊണ്ടുവന്നേക്കും. 2034 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സൗദിയിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കുവൈത്തിലേക്കുള്ള ഈ വിസ അപേക്ഷിക്കാൻ GCC രാജ്യങ്ങളിലെ താമസക്കാർക്കുള്ള എളുപ്പവഴിയും തുറന്നു കഴിഞ്ഞു. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ GCCയിലെ ഏത് രാജ്യത്തായാലും കുവൈത്തിന്റെ പുതിയ ഓൺലൈൻ വിസ പ്ലാറ്റ്ഫോം വഴി അപേക്ഷ സമർപ്പിക്കാം. GCCയിലെ പ്രവാസികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിഞ്ഞ മാസം കുവൈത്ത് താൽക്കാലികമായി ഈ വിസ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഈ വിസ വീണ്ടും സജീവമായപ്പോൾ അതിവേഗം ലഭ്യമാകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. GCCയിലെ പ്രവാസികൾക്ക് കുവൈത്ത് സന്ദർശിക്കണമെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. GCCയിൽ താമസിക്കുന്ന എല്ലാ പ്രവാസികൾക്കും കുവൈത്തിലേക്കുള്ള ഈ വിസ അപേക്ഷിക്കാൻ സാധിക്കില്ല. ഈ വിസ പോർട്ടലിൽ ഏതൊക്കെ ജോലിക്കാർക്കാണ് വിസ അനുവദിക്കുക എന്ന് വിശദമാക്കിയിട്ടുണ്ട്. ഡോക്ടർ, അഭിഭാഷകർ, എഞ്ചിനീയർ, അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, ജഡ്ജ്, പൈലറ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, മാനേജർ, ഫാർമസിസ്റ്റ്, ബിസിനസ്സുകാർ തുടങ്ങിയവർക്കെല്ലാം ഈ വിസ അപേക്ഷിക്കാൻ സാധിക്കും.